അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ കൂടെ അവിടുന്ന് കഴിഞ്ഞ സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞത്. ആലുവയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ആലുവ ഇയാളെ വീട്ടിൽ വെച്ചിക്കാണ്ട് വീട്ടിൽ നിന്നാണ് പിന്നെ ഫസ്റ്റ് തന്നെ ഇയാൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് എന്നോട് അറിഞ്ഞ് മുമ്പ് എന്നെ ബസ് കയറ്റിട്ടാൻ വേണ്ടിയിട്ട് വന്നു. അവിടുന്ന് പറഞ്ഞ് ഇയാൾ ബസ് പിന്നെ അവിടുന്ന് പറഞ്ഞ് ഞാൻ ബസ് കയറ്റിട്ട് തരാറിന് ഇവിടെ വന്നുകാണ്ട് പിന്നെ അറിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് റൂം എടുക്കുക, ഇവിടെ നിൽക്കുക, ഇവിടെ താമസിക്കാറ്. ഞാൻ പറഞ്ഞു ഇവിടെ റൂം എടുക്കണ്ട, ഞാൻ ഇപ്പോൾ പോവുകയാണ്, എന്തിനാ ഇവിടെ റൂം എടുക്കണോ ചോദിച്ചു. അല്ല ഇന്ന് പോരണ്ട, നാളെ പോയാൽ പോരാ ചോദിച്ചു. അല്ല പറ്റൂല പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് അന്ന് ബസ് കയറ്റിട്ടെന്ന് പിന്നെ ഞാൻ വീണ്ടും തിരിച്ചവിടെ വന്ന് വീട്ടിലേക്ക് തന്നെ ആലുവയ്ക്ക് തന്നെ. പിന്നെ വന്നപ്പോഴാണ് ഓരോരോ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇയാൾ ഓരോരോ എഴുത്ത് തരും ചെറുത്ത്. ഇന്ന് രാത്രി ഞാൻ ജനാലിക്ക പിടിച്ച് കുലുക്കും, ആ ജനാലിൻ്റെ കൊക്ക പിടിച്ചു, അല്ലെങ്കിൽ അടുക്കളൻ്റെ വാതിലിന് മുട്ടും, തുറന്നു തരണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ തുറന്നെടുക്കില്ല. അങ്ങനെ വന്നുകാണ്ട് പിന്നെ ജനാലിക്ക് മുട്ടും. അപ്പോൾ ആ ജനാലിൻ്റെ കൊക്ക പിടിച്ച് കുലുക്കും. അതൊന്നും ഞാൻ തുറന്നു കൊടുത്തില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം ഭാര്യ എന്നോട് ചോദിച്ചു, ആരെയാണ് ജനാലിക്ക പിടിച്ച് കുലുക്കിനെ? അപ്പം ഞാൻ പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല, കുലുക്കണേ ഞാൻ കണ്ടുകയാണ് കാരണം. അന്നങ്ങനെ കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് അല്ല മൂന്നാമത്തെ ദിവസമാണ് പിന്നെ ഇയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നത്. ഞാൻ കിടക്കണോടത്ത് പായിൽ. അതിൽ ഞാനാണ്ട് കരഞ്ഞ സമയത്ത് ഇയാൾ അപ്പൊന്നും ഉണ്ടില്ല. പിറ്റേന്ന് നീച്ച് പോയി പകല് രാവിലെ വന്നുകൊണ്ട് ഭാര്യ അവിടെ ഇല്ലാത്ത സമയത്ത് ആസ്പത്രിയിൽ പോയ ഇടയിൽ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഞാൻ എന്തിനാ ഇന്നലെ രാത്രി കരഞ്ഞത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കരയും, ഇസ്ലാമിന് ചേർന്നതാണ് ചെയ്തത്, ഇസ്ലാമിന് ചേർന്നതല്ലല്ലോ, അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അത് നിന്നെ ഞാൻ എന്ത് പരീക്ഷിക്കൽ ഇങ്ങനെയാണോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ, അങ്ങനെ പരീക്ഷിക്കൽ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ഞാൻ തരീക്കത്ത് തരാറ്, തരീക്കത്ത് തരാറ്, എനിക്ക് തരീക്കത്ത് വേണ്ടാറുണ്ട്. എന്തുകൊണ്ടാ? എനിക്ക് തരീക്കത്ത് വാങ്ങാൻ പറ്റൂല, എനിക്ക് വേണ്ടാറ്. എന്നാൽ ഞാൻ ഇപ്പോൾ തരുന്നില്ല, പിന്നെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് പോയി. പിന്നെ പോയിട്ടാണ് രണ്ടാമത് തിരിച്ച് ഇവിടെ വന്ന് ഞാൻ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം, എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ വന്ന് അയാൾ വേറെ ആളെ വിട്ട്, ഒരു മുസ്തഫ എന്ന് വെച്ചിട്ട് ഒരുത്തനെ വിട്ട്. അത് ഓനോട് പറഞ്ഞ് ഫാത്തിമ താത്താനെ മാത്രം കൂട്ടിയിട്ട് വാ, പിന്നെ മെഹമാലിയാക്കാനെ കൊണ്ടുവരണ്ടാറിഞ്ഞ്. അങ്ങനെ മൂപ്പരത് കേട്ടോ അവിടെ ചോദിച്ചാൽ എന്താ എന്നെ കൊണ്ടുപോണ്ടാന്ന്? പിന്നെ ഫാത്തിമാനെ സ്വന്തം കൊണ്ടുപോകണം, ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട് മൂപ്പരും വന്ന് ഞങ്ങളവിടെ എത്തിയ പാട് മൂപ്പര് അവിടുന്ന് മാറി പള്ളിയിൽ. എവിടുക്ക പോയതറിയില്ല. എന്നാലും പിന്നെ അവിടുന്ന് പിന്നെ രണ്ടാമത് കുറേ നേരം കാത്തിട്ടും കാണാതായപ്പോൾ മൂപ്പർക്കാണ് ചൂടായി. മൂപ്പര് പറഞ്ഞേ പിന്നെ എന്താ ഇവിടെ കാണാത്ത, എവിടേക്കാ പോയത് നിന്റെ അപ്പം മൂപ്പരെ ഭാര്യനോട് പറഞ്ഞ് നിന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വിളെ എന്ത് ഷെയ്ഖാണ്, എന്ത് യൂസുഫ് ഖാനാണ്, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, എൻ്റെ ഭാര്യനോട് എന്തെല്ലാം അവൻ ചെയ്തതെന്നുള്ളത് ചോദിച്ചു നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഭാര്യനോടാണ് ചൂടായി. ഭാര്യ ഒന്നും ഉണ്ടാകാൻ അവിടെ നിന്ന് ലാസ്റ്റ് അവൻ പറഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് കൊണ്ട് പോകുന്ന അവിടുന്ന്. പിന്നെ പോയില്ല. പിന്നെ വളാഞ്ചേരി വെച്ചിട്ടാണ് അയാൾ റൂമെടുത്ത് വന്ന് അവിടുന്ന് എന്നെ കണ്ടപ്പോൾ അയാൾ മാറി. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. എവിടുന്നും ഇതിൻ്റെ സത്യം എവിടുന്നും പറയാൻ തയ്യാറാണ്. പിന്നെ അവിടെ തന്നെ നാളെ ആഹത്തിൽ വരെ ഫസ്റ്റ് തന്നെ ഇയാളെ ഞാൻ പരിചയപ്പെട്ടത് മുറുകുമല വെച്ചാണ്. മുറുകുമല എന്നാണ് ഇയാൾ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് പൈസ തരും. ബാംഗ്ലൂർ മുറുകുമല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അയാൾ ഫസ്റ്റ് തന്നെ കണ്ടത്. അവിടെ വന്ന് റൂമിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്നെ കണ്ടിട്ടല്ല വേറെ ആളെടുത്ത് കൊടുത്തിടും പൈസ. അങ്ങനെ പിന്നെ അവിടുന്ന് വന്ന് പിന്നെ അജ്മീറിന് കണ്ട്, ഏർവാടിന്ന് കണ്ട്, അവിടുന്നൊക്കെ ചെയ്യും. പിന്നെ എന്തുണ്ടെങ്കിലും മൂപ്പർക്ക് ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ നീ സ്വപ്നത്തിൽ കണ്ടീനെന്നെല്ലാം ചോദിക്കുന്നോട്. ഞാൻ സ്വപ്നത്തിലൊന്നും കണ്ടില്ല. എന്തെങ്കിലും കണ്ടെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പറയാം അത് ഇന്നാൾക്ക് സംഭവിച്ചതാണ് എന്നറിഞ്ഞാണ്ട് എന്നോട് ബേജാറാക്കും. അപ്പോൾ വലിയ കാര്യത്തിൽ എന്നോട് ഇങ്ങനെ പറയും. അവിടുന്ന് ഞാനിപ്പോൾ മൂപ്പരെ സംഗതിയിൽ പറയുന്നത് അമ്പാനെ വിചാരിച്ചിട്ട് പറയാണ്. മൂപ്പര് ഒരു ഷേഫും അല്ല, ഒരു കുത്തുബല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനെല്ലാം അനുഭവിച്ചതാണ്. ഞാൻ ഷേഫാണ്, ഞാൻ കുത്തുബാണെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇവിടെയൊക്കെ വന്ന് കീശ്ശേരി ഈ നാട്ടിലൊക്കെ വന്നുകൊണ്ട് ഇയാൾ ഓരോരോ നോട്ടീസ് കാണുമ്പോൾ ഞാൻ പറഞ്ഞു അത് യൂസുഫ് സുൽത്താൻ ഷെയ്ഖല്ലല്ലോ, അവനങ്ങനെ ഇവിടെ എത്തി എന്നല്ല ഞാൻ അങ്ങനെ മനസ്സിലൊന്ന് ഞാൻ അങ്ങനെ ഓരോരുത്തരോട് ഞാൻ പറയും ചെയ്യും. ഇവനാണ് ഷെയ്ഖ് പറഞ്ഞത്, പിന്നെ ഞാനറിയാമല്ലോ, ഞാൻ എല്ലാം അനുഭവിച്ചതാണല്ലോ, ഇവനാണിപ്പോൾ ഷെയ്ഖ് എന്ന് അറിഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് ഞാനും ഇങ്ങനെ ഓരോ സ്ഥലത്ത് കാണുമ്പോഴും ആ നോട്ടീസ് കാണുമ്പോഴും ഞാൻ വിചാരിക്കും ഇവനാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞത്, ഇവനാണെന്നല്ല, ഇവൻ ഷെയ്ഖ് എന്നല്ല,
അത് ഞാൻ എവിടെ പറയാനും ഞാൻ തയ്യാറാണ്, ആരോട് പറയാനും ഞാൻ തയ്യാറാണ്. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പിന്നെ അത് ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നുമല്ല. ഞാൻ അള്ളാനെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഓരോരുത്തരെയും മനസ്സ് ഇങ്ങനെ വൈവേപ്പിച്ച് നടക്കുന്നുണ്ടല്ലോ, അത് ഒരിട്ടത് വിചാരിച്ചിട്ടാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഇത്രത്തോളം പറയാൻ കാരണം ഇവിടെയൊക്കെ ഓരോരോ സ്ഥലത്തും അയാളത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കുത്തുബും സമ്മാനം അല്ല ഇയാൾ. പിന്നെ ഇയാളെ വീട്ടിൽ നിൽക്കണമെന്ന് തന്നെ ഞാൻ നോൻപ് നേർച്ചയാക്കിക്കണം. അവിടുന്ന് വേഗം കഴിച്ചിലായി പോരട്ടെ എന്നുള്ള എനിക്ക് അന്നേക്കാണ് ഞാൻ പോരുന്നത്. പിന്നെ ഞാൻ അവിടുന്ന് കഴിച്ചിലായി പോകുന്നതിൻ്റെ അധികം നിന്നിട്ടുമില്ല. പോയും വന്നുമായിട്ട് എനിക്ക് സ്വന്തം വീടില്ലേനി അന്ന്. ആ വീടില്ലാത്ത സമയത്ത് ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്നിട്ടുള്ളൂ. ആ നിന്നിടയിലാണ് ഇയാളിങ്ങനെ ശല്യം ചെയ്തത്. ശല്യം ചെയ്തപ്പോൾ തന്നെ ഞാൻ പിന്നെ പോയും വന്നുമായിട്ട് നിന്ന് 2 മാസം തയ്ച്ച് നിന്നിട്ടില്ല, 2 ആഴ്ച വരെ നിന്നിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് പിന്നെ പോന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഇയാളെ നോട്ടീസ് ഇവിടെ ഒക്കെ കണ്ടതും ഇയാൾ സേഫല്ലല്ലോ പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പം ഞാനിത് പറയാനും ഇത് പുറത്ത് ചർച്ചാനും ഞാൻ കാരണം നോട്ടീസ് കണ്ടതിൻ്റെ പുറമെ കാണിച്ചാൻ കാരണം അതാണ്. പാവപ്പെട്ട ജനങ്ങളെ എത്രയോ വഴിപേപ്പിച്ചാണ് ഇയാൾ വഞ്ചിക്കുന്നുണ്ട്. ആ കാരണത്താലാണ് ഞാൻ പറഞ്ഞത് ഇയാൾ സേഫല്ലല്ലോ എന്നുള്ളത് ഞാൻ പുറത്ത് പറയാൻ തന്നെ സംഗതി. ഓരോരുത്തരെയും ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ട് പൈസ കൊണ്ടും പല ഇതുകൊണ്ടും ഇയാൾ വഞ്ചിച്ച് ഇസ്ലാമിന് പേപ്പിച്ചാണ് ഇയാൾ. ഇസ്ലാമിലേക്ക് വരുത്തല്ല, ഇസ്ലാമിന് പേപ്പിച്ച. ആ കാരണത്താലാണ് ഞാൻ പറഞ്ഞാണ്ട് പുറത്ത് ചാടിച്ചാൻ തന്നെ കാരണം. അല്ലെങ്കിൽ അയാളായിട്ട് ആയിക്കോട്ടെ എന്നുള്ള ആൾക്ക് ഞാൻ വിട്ടുകൊടുക്കും. നിരന്തരമായിട്ട് ഇയാൾ എല്ലാവരോടും ഇയാൾ ശല്യം ചെയ്യാനുണ്ടായിന്. പിന്നെ വാടാനപ്പള്ളി ഇയാൾക്ക് അധികം ഉണ്ടായിന് ആൾക്കാർ അന്നല്ല. പിന്നെയാണ് ഇവിടെ ഇപ്പോൾ കീശേരിയും പരന്ന് വരൽ തുടങ്ങിയത്. ഓരോ സ്ഥലത്തും കീശേരി എന്നല്ല, ഇവിടെ നന്നായിട്ട് ഞങ്ങളെ മുന്നിലെല്ലാം എത്തി, ഓരോ വൈക്കും എത്തിന് ഇയാൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ ഉണ്ടായത്. എൻ്റെ കയ്യിലുള്ള ഖുർആൻ അള്ളാൻ്റെ ഖുർആനാണ്. ഞാൻ ഇത്രയും സത്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഖുർആനിൽ സാക്ഷി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെ ഒരു ഷെയ്ഖാണ്, ഒരു കുത്തുബാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ പിൻപറ്റി നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഖുർആനാണ് സാക്ഷി. ഒരു നാളെ മൻസറയിൽ വരെ അള്ളഹാനോട് സമാധാനം പറയേണ്ടി വരും, തീർച്ചയായിട്ടും പറയേണ്ടി വരും ഈ ഖുർആനാക്ക് കൊണ്ട്. അത് ഞാൻ അനുഭവിച്ചതാണ്, പലതുകൊണ്ടും ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് സാക്ഷി വരുത്തിയിട്ട്. ഇത് ഖുർആനാണ്, ഖുർആൻ്റെ ഇതിൽ ഞാൻ പറയുന്നത്. ഈ ഖുർആന് നാളെ സാക്ഷിയാണ്. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഇത് ഖുർആൻ നാളെ മൻസറയിൽ വരെ സാക്ഷിയാണ്. ഇത് ഈ സുൽത്താൻ എന്ന് പറഞ്ഞ ഓന് യൂസുഫ് ഷെയ്ഖാണ്, ഞാൻ കുത്തുബാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. അത് ഒരിക്കലും അത് ശരിയല്ല. ഓന് ഓരോ ഗുൽമും ചെയ്തത്, ഓരോ തെറ്റും ചെയ്തത് ഞാൻ അതിന് നാളെ മൻസറയ്ക്ക് വരെ സാക്ഷിയാണ് പറയാൻ. അപ്പോൾ ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇത് അള്ളാഹിനെയും അള്ളാഹിൻ്റെ അമ്പിയനെയൊക്കെമാരെ ഈ ഖുർആനും വിശ്വസിക്കണം. അത് സത്യത്തിലാണ് ഞാൻ പറയുന്നത്.